ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് കുമസീത മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, ഫിലോമിന മക്കളുടെ ഐക്യത്തിന് വേണ്ടി, എൽസമ്മ രോഗസൗഖ്യത്തിന് വേണ്ടി, മോളി ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ജയനമ്മ മത്സ്യബന്ധനത്തിൽ നല്ല ഉപരി അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി, ലില്ലിക്കുട്ടി മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, സെലിൻ മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, അനിത ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ഇത്രയും പേരുടെ നിയോഗങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 52-53 തിരുവചനങ്ങളാണ്. അവൻ തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. അവർ പോയി അവന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോകുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇവിടെ സ്വദേശത്ത് സ്വന്തക്കാരുടെ അവഗണനയോടുകൂടിയാണ് ഈശോ സുവിശേഷം ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ സമരിയാക്കാരുടെ തിരസ്കരണവും കൂടിയാണ്. പക്ഷേ അവിടെ ശിഷ്യന്മാർ ഈശോ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ സമരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോനെ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ശിഷ്യന്മാർ 2 പേര് ആ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ആ ദേശം നശിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ അവിടെ അതിന് പ്രത്യുത്തരമായിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അതൊക്കെ നമുക്ക് മുമ്പേ, നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് ആ സ്ഥലം ഒരുക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, ഇത് ഈശോയ്ക്കും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയവനാണെന്നുള്ള തിരിച്ചറിവ് വേണം. അതുകൊണ്ടാണ് സമരിയക്കാരുടെ തിരസ്കരണമാണ്, അല്ലേ? ഈശോ കടന്നു പോകണമെന്നറിയാം, ഈശോയാണ് ആ വരുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവരതിനെ കൂട്ടാക്കുന്നില്ല. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു തിരസ്കരണമൊക്കെ വരാം. മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാനും മറ്റുള്ളവരെ നമ്മുടെ സ്വന്തമായി കാണാനും കരുതാനും ഒക്കെ നമുക്കും പറ്റാതെയൊക്കെ വരാം, അല്ലേ? അപ്പോൾ അവിടെയെല്ലാം നമ്മളിങ്ങനെ ഓർത്താൽ മതി, അല്ലേ? ഈശോയ്ക്കുണ്ടായ അതേ അനുഭവമാണ് നമുക്കുണ്ടായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സകല സ്വർഗീയ മധ്യസ്ഥരുടെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നിത്യമായ ദൈവത്തിൻ്റെ കരുണയിൽ നിങ്ങളെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.